വർഷം 1497. തൻ്റെ രാജ്യത്തെ പ്രജകളുടെ നിർദ്ദേശപ്രകാരം ഇറച്ചി കേടുവരാതിരിക്കാൻ കുരുമുളകെന്ന സുഗന്ധവ്യഞ്ജനം എങ്ങനെ പോർച്ചുഗലിലേക്ക് എത്തിക്കാം എന്നായിരുന്നു മാനുവൽ രാജാവിൻ്റെ ചിന്തകൾ. 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയ ശേഷം ഇന്ത്യയിലേക്ക് എത്തുവാനുള്ള കരമാർഗം പോർച്ചുഗീസുകാർക്ക് ചിന്തിക്കാൻ പോലും പറ്റിയില്ല. കടലിലൂടെ എങ്ങനെ ഇന്ത്യയിൽ എത്തിച്ചേരാമെന്ന് പോർച്ചുഗലിൽ പല നിർദ്ദേശങ്ങളും വന്നുവെങ്കിലും അതിനിറങ്ങിത്തിരിക്കാൻ ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല. അപ്പോഴാണ് പോർച്ചുഗൽ രാജാവിൻ്റെ പ്രഖ്യാപനമുണ്ടായത്. ഇന്ത്യയിലേക്ക് കടൽ മാർഗം യാത്ര ചെയ്യാൻ ധൈര്യമുള്ള നാവികൻ ആരെങ്കിലും ഉണ്ടോ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യം. പെട്ടെന്നൊരു ദിവസം ഒരു നാവികനത മാനുവൽ രാജാവിന്റെ മുന്നിലേക്ക് വരുന്നു. തന്റെ ഗുരുനാഥൻ ബാർത്തലോമിയ ഡയസ് പറഞ്ഞു തന്ന മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ താൻ തയ്യാറാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. ലിസ്ബണിൽ നിന്നും ഗബ്രിയേൽ, റാഫേൽ, ബെറിയോ എന്നീ പായ്ക്കപ്പലുകൾ യാത്ര തുടരുമ്പോൾ ഈ കപ്പലിൽ ഉണ്ടായിരുന്ന അടിമകൾക്കൊന്നും ഇന്ത്യയിലെത്തി തിരിച്ചു വരാൻ പറ്റും എന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നില്ല. ഇന്ത്യയിലെത്തി കുരുമുളകുമായി തിരിച്ച് പോർച്ചുഗലിൽ തന്നെ എത്തുമെന്ന് ശുഭാപ്തി വിശ്വാസമുണ്ടായിരുന്ന ഒരേയൊരു വ്യക്തി പോർച്ചുഗീസ് ചരിത്രത്തിൽ സ്വർണ്ണലിപികളാൽ പേരെഴുതപ്പെട്ട വാസ്കോ ഡി ഗാമ. പശ്ചിമവാദങ്ങളുടെ സഹായത്തോടുകൂടി ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തുള്ള ശുഭപ്രതീക്ഷ മുനമ്പിലെത്തിയ ഗാമയും സംഘവും കുറച്ചുകാലം അവിടെ തങ്ങുകയാണ്. കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ചോദിച്ചു, ഇനി എന്താണ്, ഇനി എങ്ങോട്ടാണ്? കാരണം ആർക്കും ഒരു പ്രതീക്ഷയില്ല. ഇനി യാത്ര എങ്ങോട്ടെന്ന് പ്രതീക്ഷയില്ല. എല്ലാവരും ക്ഷീണിതരാണ്. ജീവനോടുകൂടി തിരിച്ചെത്താൻ പറ്റുമെന്ന പ്രതീക്ഷകൾ ഓരോ ദിവസം കഴിയുന്തോറും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ഇന്ത്യയിൽ എത്തിച്ചേരുമെന്ന് ഗാമ ഉറച്ചു വിശ്വസിച്ചു. അദ്ദേഹം പറഞ്ഞു, മാർച്ച് മാസമായി കഴിഞ്ഞാൽ ഇന്ത്യയിൽ ചൂട് കൂടും. ഏപ്രിൽ മാസമായാൽ ചൂട് ഒന്നുകൂടെ കൂടും. മെയ് മാസമായാൽ ഇന്ത്യയിൽ അത്യുഷ്ണമാണ് വരാൻ പോകുന്നത്. മെയ് മാസത്തോടുകൂടി ഈ അത്യുഷ്ണത്തിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യയിൽ മർദ്ദം കുറയുമെന്നും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഉച്ചമർദ്ദം കാരണം ഇന്ത്യയിലേക്ക് കാറ്റ് വീശിക്കൊണ്ടിരിക്കും എന്നായിരുന്നു ഗാമയുടെ കണ്ടെത്തൽ. മാർച്ച് മാസം, ഏപ്രിൽ മാസം, മെയ് മാസം പകുതിയോടുകൂടി അദ്ദേഹത്തിൻ്റെ ഈ 3 പായ്ക്കപ്പലുകളും ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് അടുത്തുകൊണ്ടിരുന്നു. മെയ് മാസം 20-ാം തീയതി ആയപ്പോൾ കോഴിക്കോട് കാപ്പാട് ഗാമയും സംഘവും കപ്പൽ എത്തിച്ചു. കാപ്പാട് കാലുകുത്തിയ ഗാമയെ സ്വീകരിക്കാനായി അന്നത്തെ സ്വാമോദരിയും സംഘവും അവിടെ എത്തിച്ചേർന്നു. അപ്പോൾ പോലും ഭൂമിശാസ്ത്രപരമായിട്ട് നമ്മൾക്ക് ഇന്ത്യക്കാർക്ക് പോലും അറിയില്ലാത്ത ഒരു കാറ്റ്, ഈ കാറ്റാണ് ഗാമയെ ഇവിടെ എത്തിച്ചത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഗ്രീക്ക് സഞ്ചാരിയായ ഹിപ്പാലസ് പറഞ്ഞ മൺസൂൺ കാറ്റിന്റെ നിർവചനത്തെ യാഥാർത്ഥ്യമാക്കുന്നതായിരുന്നു വാസ്കോ ഡി ഗാമയുടെ ഈ യാത്ര. മെയ് മാസം പകുതിയോടുകൂടി മൺസൂണിന്റെ കവാടം എന്നറിയപ്പെടുന്ന കേരളത്തിലേക്ക് എത്തിച്ചേരുന്ന ഈ തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെ ഇടവപ്പാതി എന്നും കാലവർഷമെന്നുമാണ് നമ്മൾ വിളിക്കാറുള്ളത്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലായി കേരളത്തിൽ 200 സെന്റിമീറ്ററോളം മഴ പെയ്യുന്ന ഈ മൺസൂണിന്റെ ആരംഭത്തിൽ, അതുപോലെ തന്നെ അവസാനത്തിൽ അറബിക്കടലിൽ സാധ്യമാകുന്ന ഒരു വലിയ പ്രതിഭാസമാണ് ചാകര എന്നറിയപ്പെടുന്നത്. ഈ വർഷത്തെ മൺസൂൺ ഇതാ എത്താറായി. ദുരിതങ്ങളൊന്നും സമ്മാനിക്കാത്ത കേരളത്തെ ദൈവത്തിന്റെ സ്വന്തം നാടാക്കി മാറ്റിയ തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെ നമുക്ക് സ്വാഗതം ചെയ്യാം.